എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ ഓർമ്മിക്കുമ്പോൾ അവരുടെ മനസ്സ് പിടയുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. എല്ലാവരുടെയും ജീവിതം ക്ഷണികമാണ്. എപ്പോൾ വേണമെങ്കിലും ആർക്കും എന്തും സംഭവിച്ചേക്കാം. നിങ്ങളെ ഓർമ്മിക്കുമ്പോൾ അവരുടെ മനസ്സ് പിടയുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ജീവിതത്തിൽ നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം കുറേ കടന്നുപോയി. നിങ്ങൾക്ക് 2 ഫയലുകൾ നൽകിയിരിക്കുന്നു. ആദ്യത്തെ സൂര്യകാന്തി പുഷ്പം ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായിട്ടും 1ാമത്തെ ഫയൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. നിങ്ങളെ ഓർമ്മിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് പിടയുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ മികച്ച ബന്ധമുണ്ടായിരുന്നു, മികച്ച ഇഷ്ടമുണ്ടായിരുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഉള്ള ഇഷ്ടവും ബന്ധവും ഒരു ഘട്ടത്തിൽ വെച്ച് അവയ്ക്കൊക്കെ എന്തോ സംഭവിക്കുകയും ഹൃദയത്തിൽ നിന്ന് ചില അസ്വാരസ്യങ്ങൾ ആ വ്യക്തിക്കുണ്ടാകുകയും അങ്ങനെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തുകയും ചെയ്തു. ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം ആ വ്യക്തി നിങ്ങളോട് പറയുന്നു ഇനിയും നിങ്ങളുമായിട്ടുള്ള ബന്ധം തുടരാൻ കഴിയില്ലെന്ന്, അല്ലെങ്കിൽ വിയോജിപ്പിൻ്റെ ആ ബാണ്ടക്കെട്ട് അഴിച്ച് മുന്നിലേക്ക് ഇടുന്നു. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുമായി ആ വ്യക്തി പറയാൻ പാടില്ലാത്തതും പ്രവർത്തിക്കാൻ പാടില്ലാത്തതൊക്കെ നിങ്ങളോട് പ്രവർത്തിച്ചു എന്ന് നിങ്ങൾ അറിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വിഷമം വന്നു. ദുഃഖമായി ആ വ്യക്തി കടന്നുപോയി. യാത്ര പലപ്പോഴും കൃത്യമായിട്ട് പോലും പറയാതെ, ഇനി വരുമോ ഇല്ലയോ എന്ന് പറയാതെ, മനസ്സിൽ വേദന സമ്മാനിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളോട് അഭിപ്രായ വ്യത്യാസമുണ്ടായി, വിയോജിപ്പുണ്ടായി. അതിന് എരിക്കൂട്ടുന്നതിന് വേണ്ടി നിങ്ങളുടേതായ കുറേ ശത്രുക്കൾ, നിങ്ങളുടെ ഏറ്റവും വലിയ അടുത്ത ആളുകളാണെന്നുള്ള രീതിയിൽ നിങ്ങളോടൊപ്പം നിൽക്കുകയും തക്കം കിട്ടുമ്പോഴൊക്കെ നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തവർ, അവർ നിങ്ങളുടെ ഒപ്പം കൂടെ നടന്നത് നിങ്ങൾ തകരാൻ വേണ്ടിയായിരുന്നു. നിങ്ങൾ തകരുന്നുണ്ടോ എന്ന് ഓരോ നിമിഷവും അവർ നോക്കി നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ നിങ്ങളെ തകർക്കാൻ തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. അവർ നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചു. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് അവരുടെ വാക്കുകൾ കേൾക്കേണ്ട കാര്യമില്ലായിരുന്നു, നിങ്ങളെ മനസ്സിലാക്കേണ്ടതായിരുന്നു. നിങ്ങൾ എന്തൊക്കെ ആ വ്യക്തിക്ക് മനസ്സ് തുറന്ന് നൽകിയതാണ്. ആ വ്യക്തിക്ക് വേണ്ടി മാത്രമായിരുന്നു നിങ്ങളുടെ ജീവിതം. പക്ഷേ എന്നിട്ടും ആ വ്യക്തി അത് മനസ്സിലാക്കിയില്ല. ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു ദുഃഖം ഉണ്ടായിരിക്കുന്നു. കാരണം നിങ്ങളോട് ചെയ്യാൻ പാടില്ലാത്തതും പറയാൻ പാടില്ലാത്തതും ഒക്കെ പറഞ്ഞു. ആ ദുഃഖം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്, നീറിപ്പുകയുന്നുണ്ട്. നിങ്ങൾ ചെയ്ത ഓരോ നന്മയും നിങ്ങളുടെ ആബ്സെൻസിൽ, നിങ്ങളില്ലാതായപ്പോൾ, നിങ്ങളുടെ അസാന്നിധ്യത്തിൽ ആ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ആ വ്യക്തിക്ക് തീർച്ചയായും വിഷമം തന്നെ തോന്നുകയാണ്. തിരിച്ചു വരേണ്ടി വരും ആ വ്യക്തിക്ക്, അല്ലാതെ വഴികളില്ല. ആയിട്ട് 2ാമത്തെ പുഷ്പം തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓർക്കുമ്പോൾ അവർക്ക് വിഷമമുണ്ടോ എന്നുള്ളതാണ്. അവർ നിങ്ങളെ എല്ലാവരിലും ഒരാളായിട്ട് മാത്രമേ കണ്ടുള്ളൂ. അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമമായത്. നിങ്ങളവരെ എല്ലാവരേക്കാളും പ്രധാനപ്പെട്ട ആളായി കാണുകയും അവരോട് സ്നേഹം കാണിക്കുകയും അവരോട് ഇഷ്ടം കാണിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവർ നിങ്ങളെ എല്ലാവരിലും ഒരാളായി കണ്ടു. അതിലും മോശമായിട്ട് പലപ്പോഴും കണ്ടു. എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ നിങ്ങളെ മാത്രം അവഗണിച്ചു. നിങ്ങളെപ്പറ്റി വളരെ മോശമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. നിങ്ങൾ ജീവിതത്തിൽ കഠിനാധ്വാനം കൊണ്ട് രക്ഷപ്പെട്ടു വന്നപ്പോൾ അവരതിനെയൊക്കെ പുച്ഛിച്ച് തള്ളി. അനാവശ്യമായ കഥകൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു. നിങ്ങളെ ഒന്നും അല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയി. നിങ്ങളെ തകർക്കുകയും നശിപ്പിക്കുകയും നിങ്ങളെ എന്നേക്കുമായി ഇല്ലാതാക്കുകയും ഒക്കെ അവർ ചെയ്തു. അവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ നിമിത്തം നിങ്ങൾക്ക് അവരോട് ദേഷ്യം തോന്നി. എന്തിനാണ് എന്നെ ഇങ്ങനെ കാണിക്കുന്നത്, എന്നോട് എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് പോലും സംശയമുണ്ടായി. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ നിങ്ങളെ സഹായിച്ചില്ല. അവർക്ക് സഹായിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, അവർക്ക് സഹായിക്കാനുള്ള ബാധ്യത ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നിങ്ങളെ അവഗണിക്കുകയായിരുന്നു. അവരതിന് പകരം ആ വ്യക്തിയുമായിട്ട് ആത്മാർത്ഥമായി സ്നേഹമില്ലാത്ത, അവർക്ക് നന്മ ചെയ്യാത്ത, ഒരാത്മാർത്ഥതയില്ലാത്ത, ഒരു ഉപകാരമില്ലാത്ത ആളുകളുമായി സന്ധി ചേർന്നു. അങ്ങനെയാണ് അവർ നിങ്ങളെ അവഗണിച്ചത്.
അങ്ങനെ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച എന്നെ അവഗണിച്ച് എന്നെ മാറ്റി നിർത്തി മുന്നോട്ട് പോകുന്നു. പക്ഷേ തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും കാണിക്കുന്നവരെ കൂടുതൽ സ്നേഹിക്കുന്നു. ഇത്തരം നിലപാട് നിങ്ങൾക്കൊരിക്കലും സ്വീകാര്യമല്ലായിരുന്നു. നിങ്ങൾക്ക് സ്വീകാര്യം അല്ലാതിരുന്നതിൻ്റെ കാരണം മനോവിഷമം തന്നെയാണ്. എവിടെയും ചിരിച്ചും കളിച്ചും എല്ലാവരോടും നല്ലവണ്ണം മുന്നോട്ട് പോയ ആ വ്യക്തി നിങ്ങളോടെന്നും മോശമായിട്ടാണ് പെരുമാറിയത്. നിങ്ങളോടെന്നും ഒരു അവഗണന ഉള്ള സമീപനമാണ് സ്വീകരിച്ചത്. എന്തിനായിരുന്നു ആ വ്യക്തി അത്തരം സമീപനങ്ങൾ സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷെ ആ വ്യക്തിയുടെ പെരുമാറ്റവും ആ വ്യക്തിയുടെ സംസാരവും നിങ്ങളെ വേദനിപ്പിച്ചു. ആത്മാർത്ഥത ഉള്ള സമീപനങ്ങൾ നൽകിയിട്ടും നിങ്ങളെ ആ വ്യക്തി ഒരിക്കൽ പോലും സ്നേഹിച്ചില്ല. ആ വ്യക്തിക്ക് അതിന് സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നായിരുന്നു നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടായിരുന്നു. കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ പിന്തുണയും എല്ലാ സ്നേഹവും ഉണ്ടായിരുന്നു. എന്നിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചില്ല. പക്ഷെ ഇപ്പോൾ ആ വ്യക്തി അതേക്കുറിച്ച് ആലോചിച്ച് കുറ്റബോധത്താൽ ഇരിക്കുന്നു, വ്യസനിക്കുന്നു. കാരണം എല്ലാവരോടും ചെയ്തതുപോലെയല്ല നിങ്ങളോട് ചെയ്തത്. നിങ്ങളെ ഒരുപാട് മാനസികമായി വിഷമിപ്പിച്ചു. ഇപ്പോൾ ആ വ്യക്തി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇവിടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.